12 വർഷക്കാലം ആഗോള കത്തോലിക്ക സഭയെ നയിച്ച പോപ്പ് ഫ്രാൻസിസിൻ്റെ ധീരസ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ പാവന സ്മരണകളിൽ നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട മാത്യു പയ്യനാട്ടച്ചനാണ്. 2015 ജനുവരി 13 ഫ്രാൻസിസ് മാർപ്പാപ്പ കൊളംബോയിൽ ഇറങ്ങുന്നത്. അദ്ദേഹം മാർപ്പാപ്പ ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കാഴ്ചപ്പാടുകളും പ്രതികരണങ്ങളും ഒക്കെ ഞാൻ വളരെ അധികം ആവേശത്തോടു കൂടി ഫോളോ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേപ്പർ കട്ടിങ്ങുകളൊക്കെ എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. കാരണം മറ്റാരും പറയാത്ത കാര്യങ്ങളും ഇതുവരെ ആരും ചെയ്യാത്ത പ്രതികരണങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായപ്പോൾ അതെന്നെ വളരെയധികം ആകർഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര അടുത്ത് ശ്രീലങ്കയിൽ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ കാണുക തന്നെ വേണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാനും എൻ്റെ ഇടവകയിലെ കൊച്ചച്ഛൻ ഫാദർ രഞ്ജിത്തും അവിടുത്തെ കോർഡിനേറ്റർ ബിജുവും കൂടി പോകാൻ തീരുമാനിച്ചത്. അവിടെ ഞങ്ങൾ തലേ ദിവസം ജനുവരി 12 കൊളംബോയിലെത്തി. മാർപ്പാപ്പ രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും വെളുപ്പിനെ മുതലേ ആയിരക്കണക്കിന് ആളുകൾ മാർപ്പാപ്പയെ ഒരിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും പോയി. ഒരു 10 മണിയോടുകൂടി ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആവേശഭരിതരായി റോഡിൻ്റെ ഇരുവശത്തും 10,000 കാത്തിരിക്കുമ്പോൾ, അതുപോലെ തന്നെ പട്ടാളക്കാർ റോഡിന് മുഴുവൻ ഇങ്ങനെ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നേരത്തെ വെളുപ്പിനെ വന്ന് കാത്തിരിക്കുന്ന കുറേ അമ്മച്ചിമാർ പൂക്കടകളും ചൂടി വീട്ടിൽ നിന്ന് കസേര കൊണ്ടുവന്നിട്ട് അതിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിവിൽ ഡ്രസ്സിലായിരുന്നു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന അച്ഛന്മാരാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവരുടെ കസേരയും കുടയും ഒക്കെ ഞങ്ങൾക്ക് അവർ കൈമാറി ഞങ്ങളെ അവിടെ ഇരുത്തി. അങ്ങനെ അപ്പോഴാണ് മാർപ്പാപ്പ അതിലെ കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ കരുണയുടെ ഒരു സൗഖ്യത്തിൻ്റെ തലോടലിൻ്റെ ഒരു സ്പർശമായി ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമായ മാർപ്പാപ്പയാണ് കടന്നുപോയത്. അപ്പോൾ അച്ഛന് വേറെ എന്തെങ്കിലും മാർപ്പാപ്പനെ കുറിച്ച് പിന്നീട് പഠിക്കുവാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? എനിക്ക് ആദ്യം തൊട്ടേ മാർപ്പാപ്പയെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ആരും അറിയാതെ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നത്. കാരണം എനിക്ക് അത്ര അധികം എൻ്റെ മനസ്സിൽ പിടിച്ച ഒരു മനുഷ്യൻ മാർപ്പാപ്പ എന്നുള്ള രീതിയിലല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മനുഷ്യസ്നേഹികളിൽ ഏറ്റവും എന്നെ ആകർഷിച്ച വ്യക്തി, ഇപ്പം ഗാന്ധിജിയുണ്ട്, മദർ തെരേസയുണ്ട്, അവരെക്കാളെല്ലാം എന്നെ സ്പർശിച്ചത് ഈ മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഓരോ ചെയ്തികളും പ്രതികരണങ്ങളും ഒക്കെ എന്നെ വളരെയധികം എന്നെ ഇപ്പോഴും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ബൈബിൾ ഒരു ഉപമകൾ എന്തെങ്കിലും അച്ഛൻ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഈശോ പരിവാരങ്ങളോടുകൂടി അപ്പോസ്തലന്മാരൊക്കെ തിക്കി ഇങ്ങനെ വലിയ ആയിരങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുരുടൻ ബർത്തിമിയോസ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ, തിമിയോസിൻ്റെ മകനായ ബർത്തിമിയോസ്. അപ്പോൾ അയാൾ ദാവീദിൻ്റെ പുത്ര എന്നിൽ കരയണമെന്ന് അവിടെ ദൂരെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളി കേട്ടിട്ട് മുന്നേ പോയ ആൾക്കാരെല്ലാം അയാളെ ശകാരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. മിണ്ടാതിരിക്കുക, ഗുരു വരുന്നുണ്ട്, നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അയാളെ പേടിപ്പിച്ചു. പക്ഷേ ഈ സംഭവം യേശു അയാളുടെ സ്വരം കേട്ടു എന്നുള്ള ഈ വലിയ ആരവത്തിനിടയിലും യേശു അവിടെ നിന്നു ഇയാളുടെ സ്ഥലത്തെത്തിയപ്പോൾ. എന്നിട്ട് അവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അയാളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയി ആ അന്ധനായ യാചകനോട് പറഞ്ഞത് ധൈര്യമായിരിക്കുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ധൈര്യമായിരിക്കുക. അത് പരിശുദ്ധാത്മാവ് ഈശോയുടെ ആ ആജ്ഞയിൽ അവർക്ക് തോന്നിപ്പിച്ചിട്ടാണ് ആ മനുഷ്യനോട് ആദ്യം സഹായിച്ചവരാണ് ഇവർ. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് ഈ ലോകത്തോട് മുഴുവൻ മാർപ്പാപ്പ കാണിക്കുന്നത്, ലോകത്തിന് മുഴുവൻ ധൈര്യം കൊടുത്തു. അതായത് നിരാശയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. ഭയപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്, കിടന്നു പോയവരെ, തകർന്നു പോയവരെ, വീണു പോയവരൊക്കെ മാർപ്പാപ്പ നേരിട്ട് തന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്പർശിച്ച് അവരെ എഴുന്നേൽപ്പിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യേശു നിന്നെ വിളിക്കുന്നു എന്നാണ് മാർപ്പാപ്പയ്ക്ക് അവരോട് പറയാനുള്ള സന്ദേശം. അതായത് ഞാനല്ല,
യേശുവാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ഒരു തനി സ്വരൂപമായിട്ടാണ് ഈ സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മാർപ്പാപ്പയോട് എനിക്ക് ആഭിമുഖ്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ. അതായത് ഒന്ന്, മാർപ്പാപ്പ ആയ ശേഷം അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അദ്ദേഹം കത്തോലിക്ക സഭയെ ഉപമിച്ചത്, കത്തോലിക്ക സഭയെന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡമായ സ്ഥാപനമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടും അല്ല ഞാൻ കാണുന്നത്. അത് ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ഉള്ള യുദ്ധമുഖത്ത് ഒരുപാട് തീയും പുകയും നിലവിളിയും ചോരയും മുറിവേറ്റ് ആളുകളുടെ രോദനങ്ങളും അതുപോലെ മൃതശരീരങ്ങളും കുന്നുകൂടി കിടക്കുന്ന സ്ഥലത്തു കൂടി പിന്നെ കുറേ ഡോക്ടർമാരും നേഴ്സുമാരും ഊണും ഉറക്കവുമില്ലാതെ ഒരു വെള്ളം കുടിക്കാൻ പോലും നേരം കിട്ടാതെ വേർപ്പ് തുടയ്ക്കാൻ പോലും ആകാതെ അതുപോലെ 24 മണിക്കൂറും ഇത്തരം യുദ്ധത്തിൽ മുറിവേറ്റവരെയും മരിച്ചവരെയും ഒക്കെ സംരക്ഷിക്കാനും വേണ്ടി പാഞ്ഞു നടക്കുന്ന, രാപ്പകൽ പാഞ്ഞു നടക്കുന്ന ആളുകൾ. അതാണ് സഭയുടെ പ്രതിരൂപം എന്നാണ് മാർപ്പാപ്പ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ശരിക്കും സഭയുടെ ഡ്യൂട്ടി, സഭയുടെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് മൃതശരീരങ്ങളും ഒരുപാട് മുറിവേറ്റവരും ഒരുപാട് ദീനരോധനങ്ങളും കരച്ചിലുകളും ഉള്ളതിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ ഡോക്ടർമാരെയും നേഴ്സുമാരെയും പോലും ശുശ്രൂഷ ചെയ്യുകയാണ് സഭയുടെ മാർപ്പാപ്പ തൊട്ട് എല്ലാവരുടെയും ദൗത്യം അതാണ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അന്ന് തൊട്ടേ ഞാൻ മാർപ്പാപ്പ ഇനി എന്താ പറയുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ കരുണയുടെ കാവലിൻ്റെ വേറിട്ട ഒരു മുഖം തന്നെയായിരുന്നു. ഒരു പുരോഹിതന് യഥാർത്ഥത്തിൽ ആരായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ പുരോഹിതനെയും തൻ്റെ ജീവിതം കൊണ്ട് തന്നെ പഠിപ്പിച്ചു. അപ്പോൾ അച്ഛാ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കണം ഒരു പുരോഹിതനെന്ന് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ സമൂഹത്തിലെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നവർക്ക് ഒരു സന്ദേശം എന്തായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നത്? തീർച്ചയായും മാർപ്പാപ്പ എപ്പോഴും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള 3 വാക്കുകളാണ് കരുണ, കരുതൽ, കാവൽ. ഒരാൾക്ക് ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെങ്കിൽ, ക്രിസ്ത്യാനിയായി തുടരണമെങ്കിൽ, അതും മെത്രാന്മാരും വൈദികരും മാത്രമല്ല, ഏതൊരു ക്രിസ്ത്യാനിക്കും ഒരു ക്രിസ്ത്യാനിയായി തുടരണമെങ്കിൽ അടിസ്ഥാനപരമായി അവൻ കരുണയുള്ളവനായിരിക്കണം, അവന് കരുതലുണ്ടായിരിക്കണം, അവൻ മറ്റുള്ളവരുടെ കാവൽക്കാരനായിരിക്കണം. ഇത് മാർപ്പാപ്പ വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കരുണയില്ലാത്തവന് ക്രിസ്ത്യാനിയായിരിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ കരുതൽ കൊടുക്കാത്തവൻ, മറ്റുള്ളവരുടെ അവശതകളിൽ, അവരുടെ വിഷമസന്ധികളിൽ അവർക്ക് കരുതൽ കൊടുക്കാതെ ഒരിക്കലും അവനൊരു ക്രിസ്ത്യാനിയായിരിക്കാൻ പറ്റില്ല. അതുപോലെ കാവൽ നിൽക്കാനും തയ്യാറാകണം. എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കാവൽ നിൽക്കാൻ സമയമെടുക്കണം, ത്യാഗം സഹിക്കണം. ഈ 3 കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ഈ കാലഘട്ടത്തിലെ അടിസ്ഥാന സ്വഭാവങ്ങളായിട്ടാണ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കാര്യമാണ്. മാർപ്പാപ്പ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്നെയുള്ള ഓരോ പ്രവൃത്തിയും ഇത് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പേര് തിരഞ്ഞെടുത്തത് മുതൽ, അസിസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ്റെ പേര് അദ്ദേഹം തിരഞ്ഞെടുത്തത് പാവങ്ങളുടെ പുണ്യാളൻ എന്ന് വിളിക്കപ്പെടുന്ന അസിസിയുടെ ജീവിത മാതൃക സ്വായത്തമാക്കാൻ തന്നെ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടാണ് ആ പേര് അദ്ദേഹം അതിനെക്കുറിച്ച് അന്ന് പല ചർച്ചകളും നടന്നത്. ഫ്രാൻസിസ് സേവ്യറാണോ, ഫ്രാൻസിസ് അസിസിയാണോ? അദ്ദേഹം തീർത്തു പറഞ്ഞു, അസിസിയിലെ പാവങ്ങളുടെ പുണ്യവാനായ ഫ്രാൻസിസിനെയാണ് ഞാൻ പേര് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാർപ്പാപ്പയെ എതിരേറ്റ് വത്തിക്കാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ കാറ് റെഡിയായി കിടന്നപ്പോൾ അദ്ദേഹം അതിൽ കയറാതെ, കർദിനാൾമാരെല്ലാം 4-5 ബസ്സുകളിലായിട്ടാണ് ഇലക്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. അതിലൊരു ബസ്സിൽ ചാടിക്കയറി പുറകിലത്തെ സീറ്റിലിരുന്നയാളാണ് നമ്മുടെ ഈ ഫ്രാൻസിസ് പാപ്പ. എന്തൊരു രസമാണ് അത് കേൾക്കാൻ തന്നെ. എന്തൊരു വലിയൊരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചത് തന്നെ. അത്രയും പ്രസംഗിക്കുക മാത്രമല്ല, അത് ചെയ്ത് കാണിക്കുകയും കൂടി ചെയ്തു. ലോകത്തിന് സമാധാനമായിരുന്ന ആ വലിയ ഇടയൻ നമ്മളിൽ നിന്ന് യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ നമ്മൾ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു.